ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാടൻ പുഴുക്കായ കാച്ചിൽ പുഴുക്കും ഉള്ളിച്ചമ്മന്തിയാണ്. ഞങ്ങളുടെ മലപ്പുറത്തൊക്കെ ഇതിന് കാവത്ത് കൂട്ടാൻ എന്ന് പറയുക, അതേപോലെ ഉള്ളിപ്പൂപ്പ് എന്നാണ് പറയുക. അപ്പം അതിനു വേണ്ടി കാച്ചിൽ 1 കിലോമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുത്തതാണ്. ചെറിയ ചെറിയ പീസാക്കിയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പം നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്, അപ്പം നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ 2 വിസിൽ അടുപ്പിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കാച്ചിൽ ഇവിടെ കുക്കായിട്ടുണ്ടാവും. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് 1.5 മുറി വലിയ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, വലിയ പച്ചമുളകാണ്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇതൊന്ന് ചതച്ചെടുക്കേണ്ടത്. അപ്പം ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 1.5 മുറി തേങ്ങ ചിരകി എടുത്തതാണ് ഞാൻ. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 2 വിസിൽ അടുപ്പിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കാച്ചിൽ കുക്കായിട്ടുണ്ടാവും. ഇതിപ്പോൾ പാകത്തെ കുക്കായിട്ടുണ്ട്, ഒരുപാടൊന്നും വെന്ത് പോയിട്ടില്ല. ഇതുപോലെ വന്നിട്ടുണ്ട്, കഷ്ണങ്ങളൊന്നും വെന്തുടയാതെ ഒരു പാകത്തെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കുക്ക് ചെയ്യാനുള്ള വെള്ളമൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിലിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആവശ്യമാണെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കറിയൊക്കെ ഒഴിച്ചാണ് ഇത് കഴിക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഉള്ളിച്ചമ്മന്തിയാണ് ചേർക്കുന്നത്. ബീഫ് കറിയും മീൻ കറിയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു 5 മിനിറ്റും കൂടി ഒന്ന് ആവി കൊള്ളിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാടൻ കൂട്ടാൻ തന്നെയാണ് ഇത്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പണ്ടത്തെ തലമുറയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം തന്നെ ഇതുപോലുള്ള പുഴുക്കുകളാണ്. അവർ കഞ്ഞിയും പുഴുക്കും ഒക്കെ കഴിച്ചാണ് ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ താളിച്ചത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുഴുക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴയ കാല പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുമ്പായി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. ഈ കടുകും കറിവേപ്പിലയൊക്കെ ഈ കൂട്ടാനിൽ നന്നായി ഒന്ന് മിക്സായി വരുന്നത് വരെ നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഉള്ളിച്ചമ്മന്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മീൻ കറിയുടെയോ ബീഫ് കറിയുടെയോ ഒക്കെ കൂടെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. കഞ്ഞിൻ്റെ കൂടെയാണ് ഈ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാച്ചിലൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 20 ചെറിയുള്ളി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളകാണ്, ഇതൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാടൊന്നും അരച്ചെടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പുളി ആവശ്യമുള്ളവർക്ക് പുളി ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉള്ളിപ്പൂപ്പ് എന്ന് പറയും. ഇതിൽ പുളിയൊന്നും ആഡ് ചെയ്യാറില്ല, അതുകൊണ്ട് പുളി ഇടുന്നില്ല. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം. കുട്ടികൾക്കൊക്കെ കാന്താരി മുളക് ഇടാതെ ഉള്ളിപ്പൂപ്പും കഞ്ഞിയൊക്കെ കൊടുക്കാറുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഉള്ളിപ്പൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റണം.
കാന്താരി മുളക് ഇട്ടത് കാരണം നല്ല എരിവാണ് ഈ ചമ്മന്തിക്ക്. ഇതിപ്പോൾ നമുക്ക് ഈ കൂട്ടാൻ്റെ കൂടെ അല്ല, നല്ല കഞ്ഞിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയുള്ളിക്ക് ഒരു കുത്തലുണ്ട്, ആ ഒരു കുത്തൽ മാറി കിട്ടാനാണ് നമ്മൾ വെളിച്ചെണ്ണ നന്നായി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ചമ്മന്തി സെർവ് ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പിയായ കാച്ചിൽ പുഴുക്കും ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.